ആദരണീയനായ ഈ മഹത്തായ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ മൂസക്കുട്ടി മാസ്റ്റർ, അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈ അബൂബക്കർ സാഹിബ്, പിന്നെ നമ്മുടെ ഈ CHMHSൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിനെ പരിചയപ്പെടുത്തൽ സുനിൽ കുമാർ സർ, നമ്മുടെ പ്രിയപ്പെട്ട HM കൂടിയാണ്. പിന്നെ നമ്മുടെ ലീഡേഴ്സായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ MP അവറുകൾ, അതുപോലെ ശ്രീ ഉബൈദുള്ള MLA അവറുകൾ, നമുക്ക് മുന്നേ സംസാരിച്ച അഡ്വക്കേറ്റ് PV മനാഫ് സാഹിബ്, ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ, അപ്പോൾ തന്നെ നമ്മളെ മലയാളം വിഭാഗം മേധാവി NSS കോളേജ് മഞ്ചേരിയുടെ സന്തോഷ് വള്ളിക്കാട്, അതിനൊക്കെ അപ്പുറത്ത് ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥികളായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ മജീദ് മാഷ്, അതുപോലെ ലത ടീച്ചർ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാർ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. 1976 ആരംഭിച്ച നമ്മുടെ സ്കൂള് വർഷങ്ങളോളം പിന്നിട്ടു. പാഠ്യേതര വിഷയങ്ങളിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ സ്കൂൾ. ഇപ്പോൾ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവർ ഓരോരുത്തരായി പറഞ്ഞു, നമ്മുടെ ജില്ലാ കലോത്സവം, സംസ്ഥാന കലോത്സവം ഒക്കെ ഉള്ള സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ പേര് രേഖപ്പെടുത്താത്ത ഒരു പത്രങ്ങളും കടന്നു പോയിട്ടില്ല. ഒക്കെ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്താളുകളിൽ എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഓരോരോ നേട്ടങ്ങളാണ്. അതുപോലെ പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും ഒപ്പം നിൽക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ഇങ്ങനെ ഈ രീതിയിൽ മികച്ചതാക്കാം നമ്മുടെ ഇന്ന് നമുക്ക് മുന്നിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ എല്ലാ ഭൗതിക സൗകര്യങ്ങളും നമ്മുടെ സ്കൂളിന് വേണ്ടി നേടുന്നു. അതോടൊപ്പം നല്ലൊരു PTA പ്രസിഡൻറ്റും ഒപ്പം PTA അംഗങ്ങളുണ്ട്. അതിനൊക്കെ ഉപരി നല്ലൊരു അധ്യാപക സംഘം തന്നെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ലീഡറായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മജീദ് മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. 30 വർഷത്തോളം നമ്മുടെ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ച മാഷ് അവസാനത്തെ 4 വർഷമാണ് പ്രിൻസിപ്പാളായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. ഈ 4 വർഷത്തിൽ അവസാനത്തെ 2 വർഷമാണ് എൻ്റെ 2 മക്കളെയും പഠിപ്പിക്കാനും ഒപ്പം രക്ഷിതാവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത്. മാഷ് ഓരോ കാര്യത്തിലും നോക്കുകയാണെങ്കിൽ മാഷ് കുട്ടികളെ ആദ്യം അഡ്മിഷൻ ലഭിച്ചത് അന്ന് മുതൽ ഓരോ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഇരുത്തിയിട്ട് പ്രത്യേകമായിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങളും ആ രക്ഷിതാവിനോടും കുട്ടിയോടും പ്രത്യേകം അവരെ അഭിമുഖം നടത്താണ്, ഒരു ഇൻ്റർവ്യൂ ഒക്കെ പോലെ. എനിക്ക് വളരെ അഭിമാനം തോന്നിയ നിമിഷമാണ് കേട്ടോ. നമ്മളൊരുപാട് സ്കൂളുകളും ഒക്കെ നമ്മൾ തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ കണ്ടാലും നമുക്ക് നമ്മുടെ ഈ സ്കൂളിൽ മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്നാണ് പറയാറ്. പക്ഷേ എനിക്ക് എൻ്റെ ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടൊക്കെ വല്ലാതെ ആഗ്രഹിച്ചാണ്. ഇതന്നെ നമ്മളെ മജീദ് മാഷൊക്കെ പ്രത്യേക മാഷ് കുട്ടികൾക്ക് എപ്പോഴും ഒരു വളരെ സ്ട്രിക്റ്റ് ആവും. ഒപ്പം തന്നെ മാഷ് ഏറ്റവും അടുത്ത ഫ്രണ്ടുമാണ് ഈ മക്കൾക്ക്. അങ്ങനെ തന്നെയല്ലേ പ്രിയപ്പെട്ട മക്കളെ? ആണ്. ആദ്യം വളരെ സ്ട്രിക്റ്റ് ആണെങ്കിലും കുട്ടികളെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും ഏറ്റവും അടുത്ത ഫ്രണ്ടും ഒക്കെ നമ്മളെ മാഷിനാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ മക്കളെ വാർത്തെടുക്കുന്നതിൽ മക്കൾ ഓരോ ഘട്ടത്തിലും ഒരു PTA മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഓരോ കുട്ടികളെയും മാഷ് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. അവർ രക്ഷിതാക്കളെ വിളിച്ച്, ഞാനൊരു രക്ഷിതാവാണല്ലോ, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാം ആ കുട്ടിയെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട്. സാധാരണ അങ്ങനെയല്ലല്ലോ, പ്രിൻസിപ്പാൾമാർ അവരെ റൂമിൽ ഇരിക്കാണ് പതിവ്, കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ വളരെ വിഭിന്നമായിക്കൊണ്ട് ഈ 4 വർഷം ഒരു 40 വർഷത്തെ മേനി മാഷ് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും സേവന രംഗത്തും പിന്നെ പാലിയേറ്റീവ് അതുപോലെ സേവന എല്ലാ മേഖലകളിലും മാഷ കയ്യൊപ്പ് ഇനിയും ഉണ്ടാവും നമുക്കറിയാം. പിന്നെ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, എൻ്റെ ഒരു കുട്ടി +2-നും ഒരു കുട്ടി +1-നുമാണ്. ആ +1-ൻ്റെ കുട്ടിയുടെ +2 കഴിഞ്ഞിട്ട് മാഷ് പോയാൽ മതിയെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കൂലല്ലോ. കാരണം സർക്കാർ ഒരു കറക്റ്റ് ടൈം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കൊള്ളണം എന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപന രംഗത്ത് എല്ലാ രീതിയിലും മികച്ച പ്രവർത്തനങ്ങൾ, പിന്നെ അധ്യാപകൻ കുട്ടികളെ കൂട്ടുകാരനായി എന്നൊക്കെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും മാഷ കയ്യൊപ്പുണ്ട്. ഒക്കെ ഇവിടെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും വളരെ അഭിമാനം തോന്നുന്നു നമ്മളോടും. പിന്നെ എൻ്റെ പ്രസിഡന്റ് മുന്നേ സംസാരിച്ച് പറഞ്ഞൊരു കാര്യം, പറയാനുള്ള കാര്യം മാഷ് മുഖത്ത് നോക്കി നന്നായി പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കുട്ടികളെ അധ്യാപകൻ മാത്രമായിട്ട്, ഞാൻ എൻ്റെ ഒരു അധ്യാപകൻ കൂടിയായിട്ടാണ് പ്രിയപ്പെട്ട മാഷെ കാണുന്നത്. എന്തായിരുന്നാലും അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട ലത ടീച്ചർ 34 വർഷത്തോളമായി നമ്മുടെ സ്കൂളിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. ലാസ്റ്റ് നിമിഷത്തിൽ ഡെപ്യൂട്ടി HM ആയിട്ടുണ്ട്. അവരും നമ്മുടെ സ്കൂളിന് വേണ്ട എല്ലാ ഭാഷാധ്യാപികയായി
എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുന്ന ഒരു അധ്യാപികയാണ്. ഒരുപാട് വാത്തോരാതെ ഇനിയും പറയാൻ ആഗ്രഹമുണ്ട്. സമയവും സന്ദർഭവും ഇതിന് അനുയോജ്യമല്ല എന്നുള്ളതുകൊണ്ട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവിധ ഭാവാശംസകളും നേരുന്നു. ഒപ്പം ഭാവി ജീവിതം ഭാസുരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു.